സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ പോകുമ്പോഴെല്ലാം ഈ പെണ്ണ് നല്ല സ്നേഹവും കാര്യങ്ങളായിരുന്നു. ബാംഗ്ലൂരൊക്കെ പോയിട്ട് നല്ല രീതിയിൽ അർമാദിച്ച് ജീവിച്ചു. അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴേക്ക് റീൽസും അതുപോലെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇച്ചിരി പൈസയൊക്കെ വരാൻ തുടങ്ങി. ഇച്ചിരി പൈസയൊക്കെ വരുമ്പം വിചാരിച്ചു ഇനി ഇവന് എന്തിനാണ്, ഇവനെ കൊണ്ട് ഒരു ഇതും കൊള്ളൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവൻ്റെ ആവശ്യമില്ല. ഇവനാണെങ്കിൽ 40ഓളം വയസ്സുമുണ്ട്. വെറുതെ വന്നിട്ട് ഒരുത്തം പറയുകയേ ചെയ്യില്ല. കാരണം നല്ല ഇടി കിട്ടൂലേ. അതുമാത്രവുമല്ല, ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇങ്ങനെ വളരെ മോശമായിട്ട് പറയുകയാണ്. അവൾക്ക് അണ്ടർവെയർ ഷഡ്ഡി വരെ വാങ്ങിച്ചു കൊടുത്തത് ഞാനാണ്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായിട്ട് ഒരു ചെറുപ്പക്കാരൻ ചാനലുകൾ മുഴുവൻ പറയുകയാണ്, എന്നെ ഒരു സീരിയൽ താരം വഞ്ചിച്ചു, എനിക്ക് 30 ലക്ഷം രൂപ തരാനുണ്ട്. അതുമാത്രവുമല്ല, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, പിന്നെ ഇതാണ് ചെക്ക്, ഇതാണ് ഞാൻ കൊടുത്ത പൈസയുടെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ആധികാരികമായിട്ടാണ് ഈ സീരിയൽ താരത്തിനെതിരെ പിന്നെ എന്താ പറയുക ഓരോ ചാനലിലും ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ സീരിയൽ താരം വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ കണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീരിയൽ താരം പറഞ്ഞു അയാൾ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. അയാൾ ഞങ്ങളോട് പറഞ്ഞത് 27 വയസ്സ് എന്നാണ്. 27 വയസ്സ് എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, അവിടെ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടുമുണ്ട്. ഈ വിവാഹ വാഗ്ദാനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഈ തള്ളയും തന്തയും അതുപോലെ മോളും കൂടിയിട്ട് നല്ല പൈസ അടിച്ചു മാറ്റിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതാണ്, അതായത് പൈസയുള്ളവനാണെന്ന് മനസ്സിലായപ്പോഴും മോളോട് പറഞ്ഞു, മോളെ പിടിച്ചോ മോളെ, കാരണം കട്ടക്കട്ടെ നമുക്കൊരു വീടൊക്കെ വേണ്ടേ, അച്ഛനാണെങ്കിൽ വലിയ വരുമാനമൊന്നുമില്ല, എങ്ങനെയാണ് നമ്മുടെ ഒരു വീടൊക്കെ വെക്കുക. അങ്ങനെ എന്ത് ചെയ്തു, ഈ പെൺകുട്ടീനെ അങ്ങ് പഠിക്കാൻ വിട്ടു ബാംഗ്ലൂരിൽ 2 പേരും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് ഇയാൾ പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, ഇവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെ തന്നെയാണ്. പിന്നെ മാസം 30,000 രൂപ കൊടുത്തിട്ട് അവിടെ ഒരു ഫ്ലാറ്റൊക്കെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്താണ് നമ്മൾ താമസിച്ചത് എന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ വന്നിട്ട് വിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് നേരെ വെറുതെ വന്നിട്ട് ഒരാളങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ കയ്യിൽ കൃത്യമായ തെളിവുമുണ്ട്, കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെയാണ് പറ്റിച്ചത്, ഞങ്ങളുടെ ആധാരമാണ് അവൻ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ന്യായീകരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഇയാൾക്ക് മാത്രമൊന്നുമല്ല, ഒരുപാട് ആണുങ്ങൾക്ക് പറ്റുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന് പറയുന്നൊരു സിനിമ തന്നെ ഇത് ഉദാഹരണമാണ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു സംഭവമാണ്. കാരണം ഏതെങ്കിലും ഒരു പെണ്ണ് ഇളിച്ച് കാട്ടുമ്പോഴേക്ക് ഓളെ അങ്ങ് പ്രേമിച്ച് കഴിഞ്ഞപ്പോൾ ഓള് പറയും എനിക്ക് പഠിക്കാൻ പോകണമെന്ന് പറയും. എന്നാൽ പഠിക്കാൻ നീ പോയിക്കോ, അയ്യോ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഞാൻ തരൂലേ, ഞാൻ ഇവിടത്തെ മറ്റേ കസ്തൂരിമാലിൻ്റെ മറ്റേ ഈ സ്വയംവതിയാവൂലേ, അങ്ങനെ ഞാൻ വീട് പണിയെടുത്തിട്ടായാലും നിന്നെ ഞാൻ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനങ്ങ് പഠിപ്പിക്കാൻ വിടും. പഠിച്ചെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കസ്തൂരിമാൻ്റെ അകത്തെ കുഞ്ചാക്കോവനെ പോലെ ആവില്ലല്ലോ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവളുടെ സ്വഭാവം അങ്ങ് മാറും. സ്വഭാവം മാറിയിട്ട് ഇവൾ വേറെ ആരെയും കല്യാണം കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് ആൺകുട്ടികൾ തേഞ്ഞൊട്ടുന്നുണ്ട്. പിന്നെ അധികമൊന്നും പുറത്ത് വരാറില്ല എന്നുള്ളതാണ്. പുറത്തൊന്നും വരാറില്ല. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് നാൾ മുമ്പ് ഒരുത്തൻ ആത്മഹത്യ ചെയ്തിട്ട്, അതായത് ഓൻ എന്തൊക്കെയാണ് കൊണ്ടു കൊടുത്തിരിക്കുന്നത്, ഓൻ ഐപാഡ്, അതുപോലെ തന്നെ പിന്നെ കമ്പ്യൂട്ടർ, ഓൻ്റെ വീട്ടിലെ ഒരു ഗുളിക ഓൻ്റെ അച്ഛനും അമ്മക്കും വാങ്ങിച്ചു കൊടുക്കൂല. ഈ പെണ്ണിന് കൊണ്ടുപോയിട്ട് സകലതും കൊണ്ടു കൊടുത്തിന്. 3 ലക്ഷം റുപ്യേൻ്റെ സാധനമാവില്ല ഈ പെണ്ണിന് കൊണ്ടു കൊടുത്തിന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട്. അപ്പോൾ ഇതുപോലെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ പെണ്ണിൻ്റെ മൊഞ്ചും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവനങ്ങ് വീണപ്പോൾ ഇവൻ നല്ല രീതിയിൽ പൈസയങ്ങ് ഇറക്കി. അപ്പോൾ ഇവൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു, അവസാനം അയാളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു വീടെടുക്കുമ്പോഴുള്ള കൂലികളൊക്കെ ഞാൻ കൊടുക്കാം. അതെന്തൊരു പറച്ചിലാണ്. പൈസ തരാനുണ്ടെങ്കിൽ പിന്നെ കൂലി കൊടുക്കാൻ അയാൾക്ക് കഴിയുമെങ്കിൽ പിന്നെ ഇവരെ പൈസ കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? അപ്പോൾ ഇതൊന്നുമല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിക്കാൻ പോകുമ്പോഴെല്ലാം ഈ പെണ്ണ് നല്ല സ്നേഹവും കാര്യങ്ങളായിരുന്നു. ബാംഗ്ലൂരൊക്കെ പോയിട്ട് നല്ല രീതിയിൽ അർമാദിച്ച് ജീവിച്ചു. അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴേക്ക് റീൽസും അതുപോലെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇച്ചിരി പൈസയൊക്കെ വരാൻ തുടങ്ങി. ഇച്ചിരി പൈസയൊക്കെ വരുമ്പം വിചാരിച്ചു ഇനി ഇവന് എന്തിനാണ്, ഇവനെ കൊണ്ട് ഒരു ഇതും കൊള്ളൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവൻ്റെ ആവശ്യമില്ല. ഇവനാണെങ്കിൽ 40ഓളം വയസ്സുമുണ്ട്, ഇവനെ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരുത്തനെ നോക്കാം. അങ്ങനെയാണ് വേറൊരുത്തനെ നോക്കി കല്യാണം കഴിച്ചത്. അതായത് അപ്പോഴേക്കും ഇച്ചിരി ചില്ലറയായി, കാരണം വൈറലായി, സീരിയൽ താരമായി, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു താരമായി. ഈ താരമായി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ സ്വഭാവം മാറിയത്. ആ സ്വഭാവം മാറിയപ്പോൾ ഇവനെ നല്ല രീതിയിൽ തേച്ച് വിടുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇവൻ വെറുതെ ഒന്നും വന്നിട്ട് ഒരു ആണിങ്ങനെ പറയില്ല. വെറുതെ വന്നിട്ട് ഒരുത്തം പറയുകയേ ചെയ്യില്ല. കാരണം നല്ല ഇടി കിട്ടൂലേ.
അതുമാത്രവുമല്ല, ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇങ്ങനെ വളരെ മോശമായിട്ട് പറയുകയാണ്. അവൾക്ക് അണ്ടർവെയർ ഷഡ്ഡി വരെ വാങ്ങിച്ചു കൊടുത്തത് ഞാനാണ്, 35 സൈസിൻ്റെ ഷഡ്ഡിയാന്ന് വാങ്ങിക്കൽ. ഇതൊക്കെയല്ലേ ഇവൻ പറയുന്നത്. ഇവൻ പറയുന്നതിന് അടിപ്പാവാട വാങ്ങിച്ചു കൊടുത്തു, അണ്ടർവെയർ വാങ്ങിച്ചു കൊടുത്തു, ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തത് ഞാനാന്ന് ഇവൻ പച്ചക്ക് വന്ന് പറയുന്നു. ഏതെങ്കിലും ഒരുത്തൻ അങ്ങനെ പറയോ? അവൻ അത്രയും ദണ്ണമുണ്ട്, അവൻ അത്രയും പൈസ പോയിട്ടുണ്ട്, അവനെ കെട്ടാന്ന് പറഞ്ഞ് കൊതിപ്പിച്ചു കൊണ്ടേയിരുന്നു. അവസാനം അവനോട് പറഞ്ഞ് വേലും മഴയും പോയിട്ട് കല്യാണം കഴിക്കാമെന്ന്. അവൻ അതും വിശ്വസിച്ചുകൊണ്ട് നിന്ന്. അപ്പോഴേക്കും വേറെ ആൾക്കാരെടുത്ത് കല്യാണവും കഴിച്ച് പോവുകയും ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് ശരി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്ത്രീയും അതുപോലെ തന്നെ ഇതിൻ്റെ വീട്ടുകാരും ഇതിറ്റങ്ങൾ നല്ല രീതിയിൽ ഓനെ മൂഞ്ചിച്ചു, അത്രയേ പറയാനുള്ളൂ, വേറെയൊന്നുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചില ടീമിൻ്റെ സ്വഭാവമാണിത്. ചില ടീം ഇങ്ങനെയാണ്, നല്ല രീതിയിൽ ഊറ്റും. ചില ആൾക്കാരാണ് നല്ല രീതിയിൽ ഊറ്റും. അത് ഈ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, സകല സ്ഥലത്തും ഉണ്ടായിരുന്നു. മലയാളികളാണെങ്കിൽ പ്രത്യേകിച്ചായിരുന്നു. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ മലയാളികൾ നല്ല രീതിയിൽ നിന്ന് കൊടുത്താൽ നല്ല ഊറ്റി ലാസ്റ്റ് ചണ്ടിയായി കഴിഞ്ഞിട്ട് പോനെ വെളിച്ചം എറിയും. അതാണ് പലർക്കും സംഭവിക്കുന്ന. ഈ പെണ്ണിൻ്റെ തൊലിവെളുപ്പാണ്, തൊലിവെളുപ്പ് കണ്ടിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓളെ തൊലിവെളുപ്പ് ഓളിങ്ങനെ ചിരിച്ച് കാണിച്ച് ചേട്ടാ എന്നൊക്കെ വിളിക്കുമ്പോഴേക്കില്ലേ ഇവനങ്ങ് വിണ്ണിലങ്ങ് അലിഞ്ഞങ്ങ് പോവാടുന്ന്. പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല. അതാണ് മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാതെ 30 ലക്ഷം ഇവനല്ലാണ്ട് കൊടുക്കുമോ? 30 ലക്ഷം രൂപ ഇവൻ്റെ കയ്യിലുള്ള പൈസ 30 ലക്ഷം ഉറുപ്പ്യ കൊണ്ട് കൊടുത്ത് എനിക്ക് തോന്നുന്ന വില സ്ഥലങ്ങാറ്റം വിറ്റ് കൊടുത്തിയായിരിക്കും പറഞ്ഞ്. മനസ്സിലാക്കണം. അയാളുടെ ഭർത്താനം കേട്ടിട്ട് അയാളാകെ പെട്ടിരിക്കുമെന്ന് ഇപ്പോഴാണ്. ഈ പെണ്ണിനെ വിശ്വസിച്ചിട്ട് ഈ പെണ്ണ് ചിരിച്ച് കളിച്ചേക്കാണ്. ഇയാളെന്താ വിചാരിച്ചറിയാം, വീടെടുക്കുന്നുണ്ട്, ഒറ്റ മോളാണ്, അപ്പോൾ എല്ലാം എനിക്ക് തന്നെയല്ലേ. അതുമാത്രവുമല്ല, ഇനി റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല മൊബൈലും കമ്പ്യൂട്ടറും എല്ലാം വാങ്ങിച്ചു കൊടുത്ത് എല്ലാം എനിക്ക് തന്നെയല്ലേ. എല്ലാം ഓനെ സമർപ്പിച്ചു കൊടുത്ത്. ആദ്യമൊക്കെ ഓനെ നല്ല രീതിയിൽ സമർപ്പിച്ചു. പിന്നെ എന്ത് ചെയ്തു, ഇവള് നല്ല വലിയൽ തുടങ്ങി. അതാണ് ഇവിടെ നടന്നത്. അല്ലെങ്കിൽ ഇവൻ പറയുന്നുണ്ട് ഇവളോട്, നീ പോയിട്ട് എൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പെൺകുട്ടി, ഈ സ്ത്രീ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? ഇത് 2-3 ദിവസമായില്ലേ വന്നിട്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇതാ എന്നെ പറ്റിയിട്ട് ഇങ്ങനെ അപവാദം പറയുന്നു സാർ, എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവനിങ്ങനെ പറച്ചിൽ നിർത്തൂലേ? അപ്പം നമുക്കറിയാലോ, ഇവൻ പറയുന്നത് തെറ്റാണെന്ന് പറയാലോ. ഇപ്പോഴും ഏതോ ഒരു ചാനലിൽ ഒരു വോയിസ് റെക്കോർഡും കൊടുത്തിട്ട് പറയാ ഇതാണ് എൻ്റെ ന്യായീകരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ എന്തൊരു അവസ്ഥയാണെന്ന് ഞാൻ ആലോചിക്കുക. ഇതൊക്കെ വെറും ഫ്രോഡ് കേസാണ് നടന്ന്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ സീരിയലല്ലേ. ഈ സീരിയലുകാരൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കതും ഫ്രോഡ് തന്നെയാണ്. മിക്കതും ഫ്രോഡാണ്. എല്ലാം ലിവിങ് ടുഗദർ മറ്റേത് എന്നെല്ലാം പറഞ്ഞിട്ട് ആൾക്കാരെ നല്ല രീതിയിൽ പിഴിയുന്ന ടീമാണ്. ഈ ലിവിങ് ടുഗദർ ടീമുണ്ട് കേട്ടാ. ഇതിനിടയ്ക്ക് ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഓൻ്റെ 8 ലക്ഷം ഉറുപ്പ്യങ്ങാറ്റും ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. ബാങ്കിൽ 8 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നു. ഏതോ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് അവൻ്റെ കൂടെ കൂടിയതാണ്. അങ്ങനെ പിന്നെ 4-5 മാസം കൊണ്ട് 8 ലക്ഷം രൂപയും കഴിയുകയും ചെയ്തു. അവൾ വേറൊരുത്തൻ്റെ കൂടെ പോവുകയും ചെയ്തു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ 8 ലക്ഷം രൂപ കണ്ടിട്ടാണ് അവൾ ഇവൻ്റെ കൂടെ ചേർന്നത്. ഇവർ നല്ല രീതിയിൽ അങ്ങ് അർമാദിച്ച്, ഇവനാണെങ്കിൽ ചക്കപ്പഴം കണ്ട മണിയനീച്ചനെ പോലെ ഇവളെ ചുറ്റി അങ്ങ് നിന്ന് അത്രയും ഇവളെ തൊലിവെളുപ്പും ഇതെല്ലാം കണ്ടിട്ട് അവസാനം 8 ലക്ഷം തീർന്നപ്പോൾ ഓളങ്ങ് പോവുകയും ചെയ്തു, പൊടിയും തട്ടിയിട്ട്. അവസാനം ഫ്ലാറ്റിൻ്റെ അഡ്വാൻസ് എങ്ങാറ്റും വാങ്ങിച്ചിട്ടാണ് ഇവൻ അവിടുന്ന് നാട്ടിലെത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ അണ്ടർവെയർ വരെ ഇവർ ഊരിക്കൊണ്ടുപോകും. അതാണ്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ഇങ്ങനെയൊക്കെ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കുക. നമ്മളിത് ഇങ്ങനെ കൊണ്ടുപോയി ചാടി കൊടുക്കുമ്പോൾ പിന്നെ തിരിച്ചു കിട്ടാനേ പോകുന്നില്ല. ഇപ്പോഴീ പൈസ ഒന്നും തിരിച്ചു കിട്ടത്തൊന്നുമില്ല, നിങ്ങൾക്ക് കൂടിപ്പോയിനാ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായി കഴിഞ്ഞാലും ശരി നമ്മളെ അറിയിക്കുക. നന്ദി, നമസ്കാരം.